أشهد أن لا إله إلا الحمد لله ربي يهتف باسمك قلبي. الحمد لله الحمد لله الحمد لله ربي يهتف باسمك قلبي. الحمد لله الحمد لله حمدا إلهي وشكرا أنت يا معبود يا من جل قدراه جل قدراه. لك الحمد صمتا لك الحمد فرضا لك الحمد خفقا حثيثا ونبضا لك الحمد صمتا. اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون. اهدني لما اختلف فيه من السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ 20 വർഷത്തോളമായി ബഹ്റൈനിൽ തൗഹീദി പ്രബോധന രംഗത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ജനമനസ്സുകളിലേക്ക് ഇസ്ലാമിൻ്റെ ആദർശത്തെ സന്നിവേശിപ്പിക്കുവാൻ നിരന്തരമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സലഫി സെന്റർ വ്യക്തമായ ഏറ്റവും അനിവാര്യമായ ഒരു വിഷയത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് 7 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എക്കാലത്തും പ്രസക്തമായ
വളരെ ശക്തമായ ആശയം ഉൾക്കൊള്ളുന്നൊരു പ്രമേയം. വിജ്ഞാനം, വിശ്വാസം, വിമോചനം. ധാരാളം കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു പ്രമേയം. വരും നാളുകളിൽ നിങ്ങളത് ഗൗരവപൂർവം മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് വിനീതമായി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകി അനുഗ്രഹിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള വിവേചന ബുദ്ധി. ആ ബുദ്ധി ഉപയോഗപ്പെടുത്തുവാനും അത് വളരെയേറെ പ്രാധാന്യപൂർവം സുരക്ഷിതത്വത്തോടുകൂടി കൊണ്ടു നടക്കുവാനും അതിലൂടെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അവന്റെ വിധിവിലക്കുകളെയും കൃത്യമായി മനസ്സിലാക്കുവാനും അനുഷ്ഠിച്ചു പോരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, മാനവ സമൂഹത്തിന്റെ എല്ലാ നിലക്കുമുള്ള വിമോചനത്തിന് വേണ്ടി അവതീർണമായ പരിശുദ്ധ ഖുർആൻ, അതിന്റെ അവതരണോദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, പടച്ചവനായ അല്ലാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായനക്കാൻ പറഞ്ഞുകൊണ്ട്, പഠിക്കാൻ പറഞ്ഞുകൊണ്ട്, എന്തും വായിക്കാനല്ല, ഏതും വായിക്കാനല്ല, നിന്നെ സൃഷ്ടിച്ചവനായ അല്ലെങ്കിൽ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ അവനെ അറിയാൻ, അവനെ മനസ്സിലാക്കാൻ, അവന്റെ ഏറ്റവും വലിയ മഹത്വങ്ങളെ ഉൾക്കൊള്ളാൻ, അതിലൂടെ അവന്റെ വിനീതരായ അടിമകളായി ജീവിക്കാൻ, ഈ നിലക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായി മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ നിർവഹിച്ച് അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. അത് അറിഞ്ഞവനും ആ സന്ദേശങ്ങളെ കുറിച്ച് അറിഞ്ഞവനും പഠിച്ചവനും അതിനെപ്പറ്റി ആരൊന്നും അറിഞ്ഞിട്ടില്ലാത്തവനും പഠിച്ചിട്ടില്ലാത്തവനും ഒരിക്കലും സമമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു, ഖുൽ ഹൽ യസ്തവി, സമമാകുമോ? ആര് സമമാകുമോ? അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവ് നേടിയവരും അത് നേടാത്തവരും സമമാകുമോ? അറിവ് നേടിയവരും നേടാത്തവരും സമമാകുമോ എന്ന് പറയുമ്പോ, ഈ ലോകത്ത് ഒരുപാട് അറിവുകളുണ്ട്, വിജ്ഞാനങ്ങളുണ്ട്. ഒരുപാട് വിജ്ഞാനങ്ങളുടെ മേഖലകൾ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അറിവ്, അവൻ പഠിപ്പിച്ചിട്ടുള്ള ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അറിവ്, അവൻ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ സന്ദേശങ്ങളുടെ കാമ്പ് മനസ്സിലാക്കുവാനുള്ള അറിവ്, ആ അറിവ് നേടിയവനും അത് നേടാത്തവനും ഒരിക്കലും സമമാവുകയില്ല. അത് ഇരുട്ടും വെളിച്ചവും പോലെയാണ്. വളരെ വ്യത്യാസം ആ വിഷയത്തിലുണ്ട്. കാരണം അല്ലാഹുവിനെ കൃത്യമായി ഭയപ്പെടാൻ സാധിക്കുന്നത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ നിന്ന് ഉലമാ മാത്രമാകുന്നു. ഉലമാ എന്ന് പറഞ്ഞാൽ വലിയ ബിരുദം നേടിയ സർട്ടിഫിക്കറ്റുള്ള ആളുകൾ എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ച് തന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ അറിഞ്ഞവൻ, ആ സൃഷ്ടാവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഭക്തി എന്താണെന്നും ജീവിതത്തിലെ സൂക്ഷ്മത എന്താണെന്നും മനസ്സിലാക്കിയിട്ടുള്ള, ഇസ്ലാമിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്നത്. ഈ അറിവ് നേടിയെടുക്കുക, ഈ അറിവ് ആർജിച്ചെടുക്കുക
ഇത് ഏറ്റവും ഇന്ന് ഈ കാലഘട്ടത്തിലെ ഒരാവശ്യമാണ് സഹോദരങ്ങളെ. നാം ധാരാളം അറിവിനെ സംബന്ധിച്ച് കേൾക്കുന്നു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അറിവും അതാണ് ഇന്ന് സമൂഹത്തിൽ നിന്ന് നാൾക്ക് നാൾ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ത്യനാളിന്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മുന്നറിയിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ അന്ത്യനാൾ അടുക്കുന്ന അവസരത്തിൽ ലോകത്തിന്റെ നാശം സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി ഇൽമിന്റെ നാശമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇൽമു ഉയർത്തപ്പെടുമെന്നാ പറഞ്ഞത്. എങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുന്നത്? ഈ ഭൂമിയിലുള്ള വിജ്ഞാനമെല്ലാം കൂടി ആകാശത്തേക്ക് ഉയർന്നു പോവുകയാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇൽമു ഉയർത്തപ്പെടുന്നത്, അറിവ് ഉയർത്തപ്പെടുന്നത് ബിഖബ്ദിൽ ഉലമാ, അറിവുള്ള തഹ്ഖീഖുള്ള ഓരോ വിഷയത്തിലും കൃത്യമായി അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാരുടെ മരണം, ആ മരണത്തോടുകൂടിയാണ് ഇൽമു ഈ ഭൂമുഖത്തു നിന്ന് ഉയർത്തപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ അറിവ് ഈ സമൂഹത്തിന് നഷ്ടമായി കൊണ്ടിരിക്കുമ്പോ അതാത് കാലഘട്ടങ്ങളിൽ അത് കൃത്യമായി പഠിക്കാനും നിലനിർത്താനും ആവശ്യമായ കാര്യങ്ങളാണ് സത്യവിശ്വാസികളിൽ നിന്നുണ്ടായിരിക്കേണ്ടത്. ആ അറിവിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന് എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാകുന്നത്. സഹോദരന്മാരെ, ഇന്ന് സമൂഹത്തിന് ആവശ്യമായ വിജ്ഞാനമാണോ അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിജ്ഞാനമാണോ ഇന്ന് കൂടുതൽ സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓരോ മനുഷ്യനും പഠിച്ചറിയൽ നിർബന്ധമായ ഇൽമുകളുണ്ട്. അത് ഫരീളത്തായ ഇൽമുകളാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിജ്ഞാനം അന്വേഷിക്കൽ, അറിവ് നേടിയെടുക്കൽ, അറിവ് തേടിപ്പോകൽ ഫരീളത്തുൻ, അത് നിർബന്ധമായ ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെയും മേൽ, അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി, നിർബന്ധമാണ് അറിവ് നേടിയെടുക്കൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ അറിവ് ഏതാണ്? നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ സലീമായ ഒരു ഹൃദയത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ മനുഷ്യനെ യോഗ്യനാക്കുന്ന അറിവാണത്. ഏത് ദിവസം? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിവസം. ഏത് വലിയ സമ്പന്നനായിരുന്നാലും, എത്ര വലിയ മക്കളുടെ ബാപ്പയായിരുന്നാലും, എത്ര വലിയ ജനസ്വാധീനമുള്ള മനുഷ്യനായിരുന്നാലും അതൊന്നും അവിടെ വില പോകുന്നതല്ല. ഇല്ലാ മൻ അത്തല്ലാഹ, അല്ലാഹുവിന്റെ മുമ്പിൽ എത്തിപ്പെട്ടവനൊഴികെ, ബിഖൽബിൻ സലീം, സലീമായ ഒരു ഹൃദയത്തോടുകൂടി, രക്ഷപ്പെട്ട ഒരു ഹൃദയത്തോടുകൂടി, കറയില്ലാത്ത ഒരു ഖൽബുമായി അള്ളാഹുവിന്റെ കോടതിയിൽ അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്നവനല്ലാതെ രക്ഷയില്ല. ഇന്ന് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, നാളെ മുതൽക്ക് നമ്മുടെ ആഖിറം ആരംഭിക്കുകയാണ്. അതല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം മുതൽക്ക് നമ്മൾ ബർസഖിയായ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടക്കുള്ള ഒരു മറയിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വിശാലമായ ജീവിതമാണ്. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോ ഈ രക്ഷപ്പെട്ട ഒരു ഖൽബുമായി നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തണോ? അതിനാവശ്യമായ അറിവ്, അതിനാവശ്യമായ ചില സർട്ടിഫിക്കറ്റുകളുണ്ട്. അവിടെ സലീമായ ഹൃദയത്തിന്റെ വക്താവായി അള്ളാഹുവിന്റെ കോടതിയിൽ നിനക്ക് എത്തിപ്പെടണമെങ്കിൽ നീ ചില അറിവുകൾ നേടിയെടുക്കേണ്ടതുണ്ട്. ആ അറിവ് നേടാത്തവൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നതല്ല. നിന്റെ അറിവിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടെന്നല്ലേ പറഞ്ഞത്? നീ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന ചോദ്യം ഉണ്ടാകുന്നത് ഏതിനെ സംബന്ധിച്ചാണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് കൊണ്ടല്ലേ നിന്റെ മനസ്സ് നന്നാകുന്നത്. ഒരാളുടെ മനസ്സിൽ എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുടിക്കൊള്ളുമ്പോ, അസൂയയും പകയും വിദ്വേഷവും അതേപോലെ തന്നെ അഹങ്കാരവും താൻ പോരിമയും ഒക്കെ കുടികൊള്ളുമ്പോ ആ മനസ്സുകളെ കഴുകിക്കളയുന്നത്, ആ മനസ്സുകൾക്ക് ഒതുക്കം കൊടുക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ദിക്റൊന്നുകൊണ്ട് മാത്രമാണ്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ
ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക ജനങ്ങളെ, ബിദിക്രില്ലാഹി, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുന്നത്. കലാപകലുഷിതമായ മനസ്സുകൾ, സംഘർഷങ്ങൾ മുറ്റി നിൽക്കുന്ന മനസ്സുകൾ, കടലിലെ തിരമാലകളെ പോലെ എപ്പോഴും വൈവിധ്യമാർന്ന ചിന്തകൾ കൊണ്ട് അലയടിച്ചു കൊണ്ടിരിക്കുന്ന കൽബുകളിൽ ആ ഓളങ്ങളൊക്കെ ഒന്ന് കെട്ടടക്കി നിർത്താൻ സർവശക്തനായ റബ്ബിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമേ നിന്റെ മനസ്സിനൊന്നാവുകയുള്ളൂ. അപ്പൊ ദിക്റുല്ലാഹി, അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർക്കേണ്ട രൂപത്തിൽ ഓർക്കണം, അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയേണ്ട രൂപത്തിൽ അറിയണം. അതറിയാതെ പോയ കക്ഷികളാണ് സമൂഹത്തിൽ പലരും. അതാണ് റബ്ബുൽ ആലമീൻ പറഞ്ഞത്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അവരറിയാതെ പോയി. അള്ളാഹിനെ അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് കൊണ്ടാണ് നിന്റെ മനസ്സ് രക്ഷപ്പെടുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമാണ് ഇൽമ് അന്വേഷിക്കൽ. എല്ലാവരും പഠിക്കണം. അത് ഈ സമൂഹത്തിൽ ഒരു മെമ്പറും അതിൽ നിന്നൊഴിവല്ല, എല്ലാവരും പഠിച്ചിരിക്കണം. ഏതാണ് ആ ഇൽമ്? നിന്റെ ഹൃദയത്തിന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും നിനക്ക് സുരക്ഷിതത്വം നൽകിക്കൊണ്ട് നിന്റെ മനസ്സ് സലീമായ നിലക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ പോയി നിനക്ക് നിൽക്കണോ എങ്കിൽ നീ ഒരറിവ് നേടണം. ആ അറിവിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി പറയുന്നത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നീ നന്നായി മനസ്സിലാക്കിക്കോ, നീ നന്നായി അറിഞ്ഞോ, നീ നന്നായി പഠിച്ചു വെച്ചോ. അന്നഹു, നിശ്ചയമായും കാര്യം എന്താണെന്നല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരാരാധ്യനേയില്ല. ഈ അറിവിനേടൽ സർവ്വ മുസ്ലിമിനും നിർബന്ധമാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അല്ലാഹുവിന്റെ ഉദ്യോഗസ്ഥന്മാരായ മലക്കിനെ സംബന്ധിച്ച് നീ അറിഞ്ഞേ പറ്റൂ. ആ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ലോകത്തൊരുപാട് അമ്പിയാക്കൾക്ക് വഹയി കൊടുത്തിട്ടുള്ള അമ്പിയായിനെ സംബന്ധിച്ച് നീ മനസ്സിലാക്കിയേ പറ്റൂ. അവരിലൂടെ ഈ ലോകത്തേക്ക് വെളിച്ചം കാണിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നീ അറിഞ്ഞേ പറ്റൂ. അതെല്ലാം മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച പരലോക ജീവിതമില്ലേ, ആ ജീവിതത്തെ സംബന്ധിച്ച് നീ അറിഞ്ഞേ പറ്റൂ. അതൊക്കെയും നിന്റെ മനസ്സിൽ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ നിനക്കാവശ്യമായ ഒരു ബോധമുണ്ട്. എന്താ? നീ ജീവിക്കേണ്ടത് മനുഷ്യ ദുനിയാവിലാണ്. ജീവിതം എന്ന് പറയുന്നത് അത് സുഖദുഃഖ സമ്മിശ്രമാണ്. അതേപോലെ തന്നെ കാര്യങ്ങൾ മാറി മാറി വരുന്നതാണ് ദുനിയാവ്. എന്നും മനുഷ്യൻ സുഖത്തിലല്ല, എന്നും മനുഷ്യൻ സന്തോഷത്തിലല്ല, എന്നും മനുഷ്യൻ സമാധാനത്തിലല്ലല്ലോ. ഖൈറും വരും മനുഷ്യന്റെ ജീവിതത്തിൽ, ശർറും വരും മനുഷ്യന്റെ ജീവിതത്തിൽ. അതും നീ വിശ്വസിച്ചേ പറ്റൂ. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നീ മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളും അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. പടച്ചതമ്പുരാന്റെ തീരുമാനത്തിൽ നിന്ന് കുതറിയോടിക്കൊണ്ട് നിനക്ക് ഒരണുവളവ് ചലിക്കാൻ സാധ്യമല്ല കേട്ടോ. എന്നിങ്ങനെ ഈമാനിന്റെ എല്ലാ കാര്യങ്ങളും അതോടനുബന്ധിച്ചു കൊണ്ടുവരികയാണ്. അതിനാവശ്യമായ ഒന്നാമത്തെ അറിവാണ് ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിജ്ഞാനത്തിന്റെ ഏറ്റവും കൊടുമുടിയതാണ്. ആ അറിവ് നേടിയെടുക്കുന്നതിൽ ആരും ഒഴിവല്ല. നേരെ മറിച്ച് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോ നീ എന്തടോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകാഞ്ഞത്, നീ എന്തേ കൽപ്പണി പഠിക്കാൻ പോകാഞ്ഞത്, നീ എന്തേ ആശാരിപ്പണി പഠിക്കാൻ പോകാഞ്ഞത്, നീ എന്തടോ ഒരു ഡോക്ടറേറ്റ് പഠിക്കാൻ നീ എന്തുകൊണ്ട് പോയില്ല, നീ എന്തുകൊണ്ട് ശാസ്ത്രജ്ഞനായില്ല, നീ എന്തുകൊണ്ട് ഭൂമിയെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയില്ല, നീ എന്തുകൊണ്ട് ഗോളങ്ങളെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയില്ല? അല്ലാഹുവിന്റെ ചോദ്യമില്ല, അത് ഫർള് കിഫയാണ്. അത് ഈ സമൂഹത്തിലെ ഏതെങ്കിലും ആളുകൾ മനസ്സിലാക്കിയാലും മതി. പക്ഷേ നീ ഓരോരുത്തരും അല്ലാഹുവിന്റെ മുമ്പിൽ ഒറ്റക്കൊറ്റക്ക് നിന്നുകൊണ്ട് പറയേണ്ട വിഷയം വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. എല്ലാ മനുഷ്യന്മാരും, ഈ ലോകത്തേക്ക് ജനിച്ചു വീണിട്ടുള്ള സർവ്വ മനുഷ്യന്മാരും അല്ലാഹുവിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോ ഫർദൻ, ഒറ്റക്കൊറ്റക്കല്ലേ. ആ സർവ്വ മനുഷ്യരോടും റബ്ബ് ചോദിക്കുന്ന ചോദ്യം അവന്റെ
ഖൽബ് സുരക്ഷിതമാവാൻ, സലീമായ ഹൃദയത്തിന്റെ ഉടമയാവാൻ, രോഗമില്ലാത്ത ഒരു ഖൽബിന്റെ ഉടമയായി മാറാൻ, പെണ്ണേ അല്ലെങ്കിൽ സഹോദരാ അല്ലെങ്കിൽ സഹോദരി, നീ എന്ത് ഇൽമാണ് നേടിയത്? അത് നീ എന്തുകൊണ്ട് പഠിച്ചില്ല? അതിനുവേണ്ടി നീ എന്തുകൊണ്ട് പണം ചെലവഴിച്ചില്ല? ആ മാർഗത്തിൽ നീ എന്തുകൊണ്ട് ത്യാഗം സഹിച്ചില്ല എന്ന ചോദ്യത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുന്നതല്ല. ഇതാണ് എനിക്ക് ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടന വേളയിൽ എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. ഇത് വിജ്ഞാനം, വിശ്വാസം, വിമോചനം എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ കുറെ വി കൊണ്ട് തുടങ്ങിയിട്ട് കേൾക്കാൻ ഭംഗിയുള്ള ഒരു വാചകമുണ്ടാക്കിയതല്ല. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ സർവമാനവരാശിയുടെയും ബാധ്യതയായ പ്രമേയമാണ് ഈ പറയുന്നത്. പഠിച്ചോ, പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അല്ലാഹുവിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചുമുള്ള അറിവും ഭൗതിക ലോകത്തിന്റെ അറിവും തമ്മിലുള്ള വ്യത്യാസം. ഭൗതിക ലോകത്ത് നാം നമ്മുടെ മക്കളെ പഠിക്കാൻ വിടുന്നു. പ്ലസ് ടുവും കഴിഞ്ഞ് നമ്മൾ കോളേജ് തലത്തിലേക്ക് അവരെ വിടുന്നു. ഓരോരുത്തർക്കും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടാൻ നമ്മൾ മത്സരിക്കുന്നു. അതേ അവസരത്തിൽ നമ്മുടെ കുഞ്ഞുമക്കളുടെ അല്ലെങ്കിൽ വളർത്തിയുണ്ടാക്കുന്ന നമ്മുടെ മക്കളുടെ ഈ സലീമായ ഹൃദയമുണ്ടാകാൻ ആവശ്യമായ നിലക്കുള്ള വിജ്ഞാനം എത്രമാത്രം പ്രവാസികളെ, മുസ്ലിം ഉമ്മത്തിലെ സഹോദരീ സഹോദരന്മാരെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. നമ്മൾ മദ്രസ വിദ്യാഭ്യാസം എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എവിടെ വെച്ച് പഠിക്കുന്നു എന്നതല്ല. വീട്ടിൽ വെച്ച് ട്യൂഷൻ കൊടുക്കുന്നുവോ, അതല്ലെങ്കിൽ പുറമേക്ക് വെച്ച് പഠിപ്പിക്കുന്നുവോ, അതല്ലെങ്കിൽ പള്ളികളിലെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുവോ, എവിടെ എന്നതല്ല. ഒരു ഗുരുനാഥന്റെ വായിൽ നിന്ന് ഇസ്ലാം ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണ് സമയം ചെലവഴിച്ചത്? എന്തേ ഈ രണ്ട് വിദ്യാഭ്യാസത്തിന്റെയും പ്രത്യേകത? ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉപകാരം ഈ ദുനിയാവിലാണ്. അതേ അവസരത്തിൽ ആഖിറത്തെ സംബന്ധിച്ച് സലീമായ രക്ഷപ്പെടുന്ന ഒരു ഹൃദയത്തിന്റെ വക്താവായി മാറുന്ന ഇൽമില്ലേ, ആ ഇൽമിന്റെ ഉപകാരം തുടങ്ങുന്നത് തന്നെ മരണം മുതൽക്കാണെന്ന് മനസ്സിലാക്കിക്കോ. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉപകാരം മരണം വരെയാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉപകാരവും പ്രയോജനവും നീ മരിക്കുന്നത് വരെയാണ്. അതേ അവസരത്തിൽ നീ അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിച്ചാൽ, റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ചാൽ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിച്ചാൽ, അതുകൊണ്ടുള്ള പ്രയോജനം തുടങ്ങുന്നത് തന്നെ മരണം മുതൽക്ക് അങ്ങോട്ടാണ്. അനന്തവിശാലമായ ലോകത്തിലാണ്. അവിടെയല്ലേ നിനക്ക് രക്ഷപ്പെടാനുള്ളത്. അതുകൊണ്ട് പഠിച്ചോ. ഇൽമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിവ് നേടണം എന്നാ പറയുന്നത്. ഇതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ തുടങ്ങിയത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. പടച്ചവനായ നിന്റെ റബ്ബില്ലേ, ആ റബ്ബിന്റെ നാമത്തിൽ നീ വായിച്ചോളണം. ഏത് ചവറുകളും വായിക്കുന്ന ലോകമല്ലേ, ഏത് സൈറ്റുകളിലേക്കും കടന്നു കയറുന്ന യുവതയല്ലേ, ഏത് കിട്ടിയാലും വായിച്ചു തീർക്കാൻ ആവേശം കാണിക്കുന്ന ജനങ്ങളല്ലേ. അങ്ങനെ എന്തും വായിച്ചോളാനല്ല അല്ലാഹു പറയുന്നത്. നിന്റെ റബ്ബിന്റെ ദിക്റിനെ മറപ്പിച്ചു കളയുന്ന വായന നിനക്ക് വേണ്ട. അല്ലാഹുവിനെ പുച്ഛിക്കുന്ന വായന നിനക്ക് വേണ്ട. റബ്ബിനെ ചോദ്യം ചെയ്യുന്ന ധിക്കാരിയുടെ വായന നിനക്ക് വേണ്ട. നിന്റെ റബ്ബിനെ കണ്ടെത്താൻ നീ അറിയാത്തത് നിനക്ക് പേന കൊണ്ട് പഠിപ്പിച്ച നാഥനല്ലേ. ആ റബ്ബിനെ കുറിച്ച് നീ മനസ്സിലാക്കിക്കോ. അങ്ങനെ മനസ്സിലാക്കുന്ന ഇൽമിനൊരു പ്രത്യേകതയുണ്ട്. നീ ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ ആ നേർമാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ, അല്ലാഹു എളുപ്പമാക്കി തരികയാണ്. തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരുന്നു. പരിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള എത്രയോ ആളുകളില്ലേ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരിൽ സഹോദരന്മാരിലില്ലേ. പലപ്പോഴും ആളുകൾ പറയുന്നു, എന്ത് ഖുർആൻ പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ ചിലർക്കൊക്കെ മനസ്സിലൊരിത്തിരി അപകർഷതാബോധം തോന്നാറില്ലേ? ഞാനിപ്പോ എന്തിനാ പഠിക്കുന്നത്? അതൊരു മോശപ്പെട്ട കാര്യമല്ലേ? അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് മംഗളം അർപ്പിക്കപ്പെട്ട വിഭാഗമല്ലേ ഖുർആൻ വിദ്യാർത്ഥികൾ, ഹദീസ് പഠിക്കുന്ന ആളുകൾ. ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പരിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിലെ ഉത്തമൻ എന്ന് പറയുമ്പോ എന്തിനാണ് അപകർഷതാബോധം തോന്നുന്നത്? ഈ ലോകത്ത് എത്ര ഫീസ് കൊടുത്ത് ചെലവഴിച്ച് മനുഷ്യൻ പഠിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിജ്ഞാനവും ലോകത്തില്ല. കാരണം പരിശുദ്ധ ഖുർആൻ അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങളെ അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പകർത്താനും മനുഷ്യൻ
തയ്യാറായാൽ അവൻ യഥാർത്ഥത്തിലുള്ള സുരക്ഷിതത്വമുള്ള കറയില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഞാൻ പ്രത്യേകമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നിങ്ങൾ നേരത്തെ ഇവിടെ കേട്ടില്ലേ, ബഹുമാന്യനായ ആദിൽ മാവിദ യോഗം ഉദ്ഘാടനം ചെയ്തപ്പോ മഹാനവറുകൾ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതാ അവിടുത്തെ സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം കിതാബുൽ ഇൽമ്. ഇൽമ് എന്ന പേരുള്ളൊരു അധ്യായം, ഇൽമ് എന്ന പേരുള്ളൊരു അധ്യായം കാണാം. ആ അധ്യായത്തിൽ ഒരു സബ് ഹെഡിങ് നമുക്ക് കാണാൻ സാധിക്കും, അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി. ഇൽമാണ് ഏറ്റവും പ്രധാനം ജനങ്ങളെ. ഖബ്ലൽ ഖൗലി, ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുന്നുവോ നീ എങ്കിൽ നീ പഠിച്ചു പറയണം. വൽ അമലി, ഒരു കാര്യം നീ ചെയ്യുന്നുവോ എങ്കിൽ നീ പഠിച്ചു ചെയ്യണം. പഠിക്കാതെ നീ വർത്തമാനം പറയരുത്, പഠിക്കാതെ നീ പ്രവർത്തിക്കരുത്. ഇൽമും അമലും ചെയ്യുന്നതിന്റെ മുന്നോടിയായി അറിവ് നേടണം. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അറിവ് നേടണമെന്നാണ് പറയുന്നത്. നമുക്കിന്ന് ഇൽമു നേടാൻ, വിജ്ഞാനം നേടാൻ വരൂ ജനങ്ങളെ. വിജ്ഞാനത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുമ്പോ നമ്മൾ ഒരു പക്ഷേ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആലോചിക്കുകയാണ്, ഞാൻ എങ്ങനെ പഠിക്കാനാണ്? പണ്ട് കാലത്തുള്ള സഹാബിമാർക്കൊക്കെ ഇത് പഠിക്കലായിരുന്നു പണി. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ ബിസിനസ്സുകാരാണ്, ഞങ്ങൾ ഡ്യൂട്ടിയുള്ളവരാണ്, ഞങ്ങൾ ഓവർ ടൈം ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങൾ ഒരുപാട് ദാരിദ്ര്യമുള്ളവരാണ്, കഷ്ടപ്പാട് അനുഭവിക്കുന്ന പ്രവാസികളാണ്, ഞങ്ങൾക്കിതൊക്കെ എങ്ങനെ പഠിക്കാനാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? ബുഖാരി ഇമാമിന്റെ അതേ അധ്യായത്തിൽ നിങ്ങൾക്ക് മറ്റൊരു അധ്യായം കൂടി കാണാൻ സാധിക്കും, അത്തനാവുബു ഫിൽ ഇൽമി. അത്തനാവുബു ഫിൽ ഇൽമി, ഇൽമു നേടുന്ന വിഷയത്തിൽ ഊഴം സ്വീകരിക്കൽ എന്നാണ് അതിന്റെ ആ പേര്. ഇൽമു നേടുന്ന വിഷയത്തിൽ ഊഴം സ്വീകരിക്കുക, അഥവാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിൽ നിന്ന് ദീന് പഠിക്കാൻ വേണ്ടി എപ്പോഴും പോയിരിക്കാൻ സഹാബിമാർക്കും സാധിച്ചിരുന്നില്ല. അവരും കരളുള്ള മനുഷ്യരായിരുന്നില്ലേ, വികാരവും വിചാരവും ഉണ്ടായിരുന്ന മനുഷ്യ ജീവനുകളായിരുന്നില്ലേ? അവർക്കും ഉണ്ടായിരുന്നില്ലേ ഭാര്യമാര്, അവർക്കും ഉണ്ടായിരുന്നില്ലേ സന്താനങ്ങൾ, അവർക്കും ആവശ്യമായിരുന്നില്ലേ വീടുകളും ഭവനങ്ങളുമൊക്കെ, അവർക്കും ഉണ്ടായിരുന്നില്ലേ കൃഷിയും കച്ചവടവുമൊക്കെ? അതെ, എന്നിട്ടവർ ദീന് പഠിക്കുന്നതിൽ വിമുഖത കാണിച്ചോ? കാണിച്ചില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരൊറ്റ ഹദീസും അവർക്ക് നഷ്ടപ്പെട്ടു. അവർ കിട്ടാൻ വേണ്ട സംവിധാനങ്ങൾ അവർ ചെയ്തു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ ഞാനൊക്കെ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു താൻ പോരിമയുമായി ഇനി ഞാൻ എന്തിന് ദീന് പഠിക്കണം? എന്റെ കാര്യം അവിടെ ക്ലിയർ അല്ലേ? അല്ലാഹു ഞാൻ സ്വർഗത്തിലാണെന്ന് പ്രവാചകന്റെ തിരുനാവിലൂടെ അറിയിച്ചു കഴിഞ്ഞില്ലേ? ഇനി എനിക്കെല്ലാം തികഞ്ഞു എന്ന ആ ഒരു സ്വസ്ഥതയോടുകൂടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ നിന്ന് ഒരൊറ്റ ഹദീസെങ്കിലും തനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മഹാനവറുകൾ എന്താണ് ചെയ്തതെന്നോ? തന്റെ അയൽവാസിയുമായിട്ട് തീരുമാനമെടുക്കുകയാണ്. തന്റെ അയൽവാസിയും ഉമർ റളിയല്ലാഹു അൻഹുവും ഒരു സന്ധിയിൽ ഒപ്പിടുകയാണ്. എന്താണ് തീരുമാനം? ഉമറിന് കച്ചവടത്തിനും അതേപോലെ തന്നെ യാത്രാവശ്യാർത്ഥവും പുറത്തു പോകാൻ ആവശ്യമുള്ളപ്പോ നീ പോകണം ക്ലാസ്സിന്, നിനക്ക് തിരക്കുള്ളപ്പോ ഉമർ പോകും ക്ലാസ്സിന്. ഉമർ കേട്ടത് നിന്നോട് പറയും, നീ കേട്ടത് എന്നോട് പറയണം. അങ്ങനെ നമ്മിൽ രണ്ടിലൊരാൾക്ക് ഒരു ഇൽമും നഷ്ടപ്പെട്ടുകൂടാ. എനിക്ക് കിട്ടാത്തത് നിന്നിൽ നിന്ന് എനിക്ക് കിട്ടണം, നിനക്ക് കിട്ടാത്തത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഈ രണ്ട് സഹാബിമാരും ഉമർ റളിയല്ലാഹു അൻഹുവും മറ്റൊരു അയൽവാസിയായ സ്വഹാബിയും കൂടി ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ തിരക്കിനിടയിൽ അല്പം പോലും ദീന് പഠിക്കുന്ന വിഷയത്തിൽ വിമുഖത വന്നു പോകരുത്, നഷ്ടം സംഭവിച്ചു പോകരുത് എന്ന നിയത്തോടുകൂടി ആ രണ്ടയൽക്കാരും കൂടി തനാവുബ് സ്വീകരിച്ചു, ഊഴം സ്വീകരിച്ചു. ഒന്നിടവിട്ട് അവർ ഓരോ അവസരങ്ങളിൽ മാറി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇൽമു പഠിച്ചു എന്ന് ഇമാം ബുഖാരി അതാ ഈ മുസ്ലിം ഉമ്മത്തിന് ആവേശം ഉൾക്കൊള്ളാൻ വേണ്ടി പഠിപ്പിച്ചു തന്നുവെങ്കിൽ നമുക്കെന്ത് ന്യായമാ സഹോദരന്മാരെ ഉള്ളത്? നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടോ? തിരക്കല്ലേ? പഠനത്തിൻ്റെതായ ക്ലാസുകളിൽ പലപ്പോഴും ആളുകൾ കുറവല്ലേ? എന്തേ അങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിലെത്തണ്ടേ, ഉത്തരം പറയണ്ടേ, നമ്മുടെ ഖൽബൊന്ന് സലീമാകണ്ടേ,
മയ്യിത്തായി തീരുന്ന കൽബിന്റെ ദുരന്തത്തിൽ നിന്ന് മാറണ്ടേ? റബ്ബ് പരിചയപ്പെടുത്തിയ ഒട്ടേറെ കൽബുകളുണ്ട്. ആ കൽബിന്റെ അവസാനത്തെ ഏറ്റവും ദയനീയമായ കൽബാണ് കൽബുൻ മയ്യിത്ത്. അത് ചത്തുപോയ ഹൃദയമാണ്, ഇനി അതിലേക്കൊന്നും പ്രവേശിക്കുന്നതല്ല. അതേ അവസരത്തിൽ മരീളായ കൽബുമുണ്ട്. അത് ചികിത്സ കിട്ടിയാൽ നന്നാകുന്ന കൽബാണ്, ചികിത്സ കിട്ടിയാൽ നന്നാകുന്ന കൽബാണ്. പക്ഷേ ചികിത്സ കിട്ടണമെങ്കിൽ വൈദ്യം പഠിച്ച ഡോക്ടറുടെ മുമ്പിലൊന്ന് എത്തിപ്പെടണ്ടേ ഈ രോഗി? അതൊന്ന് അറിയണ്ടേ? ഔഷധം എന്തെന്ന് മനസ്സിലാകണ്ടേ? അത് പഠിക്കാനുള്ള വേദിയാണ് ഖുർആനിന്റെ വേദി, ഹദീസുകളുടെ വേദി. അതിലൂടെയാണ് നിന്റെ മനസ്സ്, നിന്റെ കൽബ് എന്തായി മാറുന്നത്? നല്ല ഹയാത്തുള്ള കൽബായി മാറുന്നത്, സലീമായ കൽബായി മാറുന്നത്. അതുകൊണ്ട് വിജ്ഞാനം നേടിക്കോ. വരും കാലങ്ങളിൽ ഞാൻ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരിമാരോടും സഹോദരന്മാരോടും പറയട്ടെ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ഞാൻ ഇനി മുതൽക്ക് തയ്യാറാകുമെന്ന പ്രതിജ്ഞയോടുകൂടിയല്ലാതെ ഈ വേദിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകരുത്. പരിശുദ്ധ കലാമ് പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് പഠിക്കാൻ നമുക്ക് സമയം കാണണം, നാം അറിയണം. നമ്മൾ അതിനെ സംബന്ധിച്ച് പ്രത്യേകം ചിന്തയുണ്ടാകണം. എന്തിനാ പഠിക്കുന്നത്? പഠിക്കുന്നത് സർട്ടിഫിക്കറ്റ് നേടാനല്ല. ലേണിംഗ് കോഴ്സിൽ ഞാൻ ഇത്ര അധ്യായങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്കതിന്റെ അർത്ഥമറിയാം, ആശയമറിയാം. പൊതുവിജ്ഞാന പരീക്ഷയിൽ എനിക്ക് 1-ാം സ്ഥാനമുണ്ട് അല്ലെങ്കിൽ 2-ാം സ്ഥാനമുണ്ട് എന്ന് മേനി പറയാനല്ല. നീ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നോ, നീ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നോ, വിജ്ഞാനം നേടുന്നത് എന്തിനു വേണ്ടിയാണെന്നോ, അള്ളാഹുവിനെ അറിയാനാണ്. എന്താണ് അള്ളാഹുവിനെ അറിയൽ? അള്ളാഹുവിനെ പലരും പല നിലക്കറിഞ്ഞിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഈ ദീനുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വരുമ്പോ ആ നാട്ടിൽ ഒരുപാട് കക്ഷികൾ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ അബൂജഹലുമാരുണ്ട്, ഉത്ബത്തുമാരുണ്ട്, ശൈബത്തുമാരുണ്ട്, അബൂലഹബുമാരുണ്ട്. അതേ അവസരത്തിൽ അബൂബക്കർമാരുണ്ട്, ഉമർമാരുണ്ട്, ഉസ്മാനുമാരുണ്ട്, അലിമാരുണ്ട്. ഈ 2 വിഭാഗം ആളുകളിലും 2 കൂട്ടരും അള്ളാഹിനെ പറ്റി കേട്ടു. പക്ഷേ ഒരു കൂട്ടർ ശരിക്കും മനസ്സിലാക്കി, മറ്റേ കൂട്ടരോ വമാ ഖദറുല്ലാഹ്, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയില്ല. ഹഖ്ഖ ഖദ്രിഹി, മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ പോയി. അതല്ലേ തകരാറ്. അതല്ലാതെ അബൂജഹൽ അല്ലാഹയില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഉത്ബത്ത് അല്ലാഹനെ നിഷേധിച്ചിട്ടില്ലല്ലോ, അബൂലഹബ് അല്ലാഹുവിനെ നിഷേധിച്ച നിരീശ്വരവാദിയല്ലല്ലോ. ആണോ? ഒരിക്കലുമല്ല. പിന്നെന്തേ? അബൂലഹബും അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ അള്ളാനെ അറിഞ്ഞു, പക്ഷേ അള്ള പറഞ്ഞ രൂപത്തിൽ അറിഞ്ഞില്ല. അള്ള എങ്ങനെയാ അറിയാൻ ആവശ്യപ്പെട്ടത്? ഫഅലം, നീ മനസ്സിലാക്കിക്കോ, നീ പഠിച്ചോ, നീ ശരിക്കും അറിഞ്ഞോ. അന്നഹു, കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അറിവ് അബൂജഹൽ നേടാൻ ഭാഗ്യം കിട്ടിയില്ല. അത് നേടാൻ ഭാഗ്യം കിട്ടിയത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ്, സ്വഹാബാ കിറാമിനാണ് ഭാഗ്യം കിട്ടിയത്. മറ്റവർക്കോ അല്ലാഹുവിനെ സംബന്ധിച്ച് അവര് മനസ്സിലാക്കിയ ചില പുകമറയിലൂടെയുള്ള അറിവല്ലാതെ അവർക്ക് മറ്റൊന്നും മനസ്സിലാക്കാൻ അവർക്കൊരിക്കലും അവരുടെ മനസ്സതിന് സമ്മതിക്കാതെ പോയി. ഇതുകൊണ്ടാണ് പറയുന്നത്, അല്ലാഹനെ അറിയേണ്ട നിലക്കറിയണം. എങ്ങനെ അറിയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നറിയണം. അത് മുശ്രിക്ക് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരികളായി കൊണ്ട് തിരിഞ്ഞുപോയിരുന്നു. ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാലല്ല, ലാ റാസിഖ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാലല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല. അതെവിടെയാ മൗലവി അവർ ഖാലിഖാൻ അംഗീകരിച്ചു എന്ന്? വിശുദ്ധ ഖുർആനിലെമ്പാടും സ്ഥലത്തില്ലേ, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരെന്ന് നീ അവരോട് ചോദിച്ചാൽ, ഞാൻ ആയത്തുകൾ സുദീർഘമായി ഓതുന്നില്ല. അതേപോലെ തന്നെ ആനലോകത്തിന് നിങ്ങൾക്ക് വെള്ളം വർഷിപ്പിച്ചു തരുന്നതാര്? ജീവിപ്പിക്കുന്നവൻ ആര്? മരിപ്പിക്കുന്നവൻ ആര്? കേൾവി ശക്തിയുടെ ഉടമയാര്? കാഴ്ച ശക്തിയുടെ ഉടമയാര്? എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ഉമൂർ ആര്? മുദബ്ബിറുൽ ആലംമാര്? എല്ലാത്തിനും അവരുടെ മറുപടി അല്ലാഹു അല്ലാഹു എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ പറഞ്ഞപ്പോഴും ഇലാഹ് അല്ലാഹ് മാത്രമാണ് എന്നവർ അംഗീകരിച്ചില്ല. അല്ലാഹ് ഇലാഹ് തന്നെയാണ്. പക്ഷേ എന്താണ് ഇലാഹിന് അവർ സമർപ്പിക്കുന്നത്? അല്ലാഹുവിന്. അതവർ മറ്റുള്ളവർക്കും സമർപ്പിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഒരാൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് റബ്ബിനോടല്ലാതെ ദുആ ചെയ്യാൻ സാധ്യമല്ല. അതിനാ പഠിക്കണം എന്ന് പറയുന്നത്, അതിനാ അറിയണം എന്ന് പറയുന്നത്. പല സഹോദരന്മാരും പറയുന്നു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ എന്താ ഇത്ര പഠിക്കാനുള്ളത്? ചെറുപ്പം മുതലേ ഉമ്മമാരുടെ താരാട്ട് കേട്ടുറങ്ങുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൊട്ടിലിൽ കിടന്ന് കേട്ടവരല്ലേ നമ്മൾ. വണ്ടി വലിക്കുന്നവൻ അങ്ങാടിയിൽ ഉന്തുവണ്ടി ഉന്തുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കേൾക്കുന്നില്ലേ? പള്ളി വിനാരങ്ങളിൽ നിന്ന് അജുനേരവും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നില്ലേ? യാചിക്കുന്ന യാചകന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ലേ? അങ്ങനെ എത്രയായി നമ്മൾ കേൾക്കുന്നു. ഇനിയും ഇത് പറയണമോ? ഇത് ഹൈടെക് യുഗമല്ലേ? ഇത് ഇൻഫർമേഷൻ ടെക്നോളജി വളർന്ന് വികസിച്ച കാലഘട്ടമല്ലേ? ഇപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ? അത് ഇത്രയങ്ങ് പച്ചയായി പറയണോ? അതെന്താണ് ഇത്ര പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദഅവത്തിന്റെ മേഖലയിൽ നിന്ന് പുറംതിരിഞ്ഞു പോയ സഹോദരന്മാരില്ലേ? ഈ ദഅവത്തിനെ മുരടിപ്പിക്കുവാൻ വേണ്ടി വൈവിധ്യമാർന്ന മേഖലകളുടെ മേച്ചിൽ പുറങ്ങൾ തേടിപ്പോയ കക്ഷികളില്ലേ? എല്ലാവരോടും വിനയത്തോടുകൂടി പറയട്ടെ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പഠിച്ചോ. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇലാഹിനെ മാത്രം സമർപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന്റെ കാതലാണ് ദുആ എന്ന് പറയുന്നത്. ദുആ റബ്ബിനോടല്ലാതെ നടത്തിക്കൂടാ. അല്ലാഹുവിനോടല്ലാതെ ദുആ ചെയ്യാൻ ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കും? കാരണം അതിനാ പറയുന്നത് നീ റബ്ബിനെ കുറിച്ച് പഠിക്കണം. അല്ലാഹു ആരാ ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പടച്ചതമ്പുരാന് ഏതെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. നമുക്കിന്ന് പലരെ സംബന്ധിച്ചും പറയാനറിയും. അയാളുടെ നാടേത്, അയാളുടെ വാപ്പയാര്, അയാളുടെ ഉമ്മയാര്, അയാളുടെ സ്വഭാവങ്ങൾ എന്ത് എന്നൊക്കെ പറയുന്ന നമുക്ക് അല്ലാഹു ആര് എന്നിപ്പോഴും മനസ്സിലായിട്ടില്ല. പടച്ചതമ്പുരാന് എത്രയോ അതിവിശിഷ്ടങ്ങളായ നാമങ്ങളില്ലേ? ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹുവിന് ഏറ്റവും വിശിഷ്ടങ്ങളായ ഒട്ടേറെ നാമങ്ങളുണ്ട് ജനങ്ങളെ. ഫദഊഹു ബിഹാ. അത് മുഖേന നിങ്ങൾ അവനെ വിളിച്ചോളൂ. ആർക്കാ മുസ്ലിമീങ്ങളെ അറിയുമോ? അല്ലാഹുവിന്റെ പേരറിയാൻ എണ്ണാൻ അറിയാവുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? പടച്ചതമ്പുരാന്റെ പേരുകൾ ചില്ലറമാറയിൽ എഴുതി സൂക്ഷിക്കാനുള്ളതാണോ? അല്ലാഹുവിന്റെ പേര് എന്ന് പറഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്ന ഒരു കളത്തിലെഴുതി അതിങ്ങനെ ചില്ലിട്ടുകൊണ്ട് വീട്ടിൽ ഭംഗിക്ക് വേണ്ടി സൂക്ഷിക്കാനുള്ളതാണോ? അല്ല. പടച്ചതമ്പുരാനെ അറിയാനുള്ള പേരുകളാണത്. അല്ലാഹുവിന്റെ ഓരോ പേരുകളും അവന്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അല്ലാഹനെ അറിയണം അവന്റെ പേരുകളിലൂടെ. പടച്ചതമ്പുരാന്റെ ഓരോ പേരുകളും ഇന്ന് എത്രമാത്രം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഒരു പേരാണ് സമീർ, അതുപോലെ തന്നെ ബസീർ, അതുപോലെ തന്നെ അലീം, അതുപോലെ ഖദീർ, അതുപോലെ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ എന്നിങ്ങനെ ധാരാളക്കണക്കിന് പേരുകളില്ലേ? ഒരു ഹദീസിൽ പറഞ്ഞു 99 നാമങ്ങളുണ്ട് അല്ലാഹുവിനെന്ന്. എന്നാൽ വേറെയും ഹദീസുകളില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത് 99 പരിമിതമാകുന്നില്ല. വേറെയും അല്ലാഹുവിന് ഒരുപാട് നാമങ്ങൾ. അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അല്ലാഹുവിന്റെ നാമങ്ങളായി ഇസ്മുകളായി നമുക്ക് മനസ്സിലാകുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കണം. എന്തിന്? ആ ഓരോ പേരുകളും നമ്മുടെ നാഥന്റെ ഖുദറത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. പടച്ചതമ്പുരാനെ കുറിച്ച് നിനക്ക് മഹത്വം തോന്നണോ? റബ്ബിനെ കുറിച്ച് നിനക്ക് ഭയം വേണോ? റബ്ബിനെ കുറിച്ച് നിനക്ക് ഖൗഫ് വേണോ? നിനക്ക് റബ്ബിനെ കുറിച്ച് ഖശിയത്ത് വേണോ? നീ അല്ലാഹനെ മനസ്സിലാക്കിക്കോ. അല്ലാഹു സമീആണെന്നറിയാവുന്ന മനുഷ്യൻ എന്തൊരു സമാധാനമാണ്. ആരും കേൾക്കാനില്ലാത്ത പ്രദേശത്ത് വെച്ചും ഇതാ എന്നെ കേൾക്കുന്ന ഒരുവനുണ്ടല്ലോ, ആ ചിന്ത മനുഷ്യൻ എന്തുമാത്രം ആശ്വാസമാണ്. അറ്റമില്ലാത്ത കേൾവിയുടെ ഉടമയല്ലേ അല്ലാഹു? പരിധിയില്ലാത്ത കേൾവിയുടെ ഉടമയല്ലേ അല്ലാഹു? പരിധിയില്ലാത്ത കാഴ്ചയുടെ ഉടമയായ ബസീറല്ലേ അല്ലാഹു? അറ്റമില്ലാത്ത അറിവിന്റെ ഉടമയായ അലീമല്ലേ അല്ലാഹു? അറ്റമില്ലാത്ത കഴിവുകളുടെ ഉടമയായ ഖദീറല്ലേ അല്ലാഹു? ഇതൊക്കെ ഇന്ന് നമുക്കറിയാമോ? അതറിയുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ തെറ്റിപ്പോകുന്നത്? അല്ലാഹു മാത്രമാണ് സമീഅ്. ലോകത്ത് എല്ലാ ആളുകളുടെയും കേൾവിക്ക് പരിധികളില്ലേ? കാഴ്ചക്ക് പരിധികളില്ലേ? അറിവിന് പരിധികളില്ലേ? കഴിവിന് പരിധികളില്ലേ? പരിധിയും പരിമിതിയുമില്ലാതെ
എല്ലാം കേൾക്കുന്ന റബ്ബ് ഒരുവനല്ലേ? ഈ ലോകത്തുള്ള ഏത് മനുഷ്യന്മാരായിരുന്നാലും എത്ര വലിയവരായിരുന്നാലും ഉറങ്ങിപ്പോകില്ലേ? ക്ഷീണം വരില്ലേ? മയക്കം വരില്ലേ? പ്രയാസമുണ്ടാകില്ലേ? അതേ അവസരത്തിൽ ദാ റബ്ബുൽ ആലമീൻ പറഞ്ഞത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവന് ഉറക്കം ബാധിക്കുന്നതല്ല, മയക്കം പോലും ബാധിക്കുന്നതല്ല. ഇങ്ങനെ അല്ലാഹു നമ്മൾ മനസ്സിലാക്കിയോ? അതേ അവസരത്തിൽ ഈ ലോകം കണ്ട ഏറ്റവും നല്ലവനായ മനുഷ്യനാര്? എല്ലാവരും പറയുന്നു അഷ്റഫുൽ ബശർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഖാലിഖായ റബ്ബ് കഴിച്ചാൽ പിന്നെ മഖ്ലൂഖുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയിട്ടില്ലേ? അവിടുന്ന് മറവി പറ്റിയിട്ടില്ലേ? അവിടുന്ന് ഒരിക്കൽ നിസ്കരിച്ചപ്പോ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ടില്ലേ? അപ്പോൾ സഹാബത്ത് ചോദിച്ചല്ലോ, നബിയേ എന്തേ നിസ്കാരം ചുരുക്കപ്പെട്ടോ അതോ അങ്ങ് മറന്നുപോയോ നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മാ നസീതു, ഞാൻ മറന്നിട്ടുമില്ല, നിസ്കാരം ചുരുക്കപ്പെട്ടിട്ടുമില്ല. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഓർമ്മ വരുന്നില്ല. ഉടനെ ധൈര്യം സംഭരിച്ചുകൊണ്ട് മറ്റൊരു സഹാബി എഴുന്നേറ്റിരുന്നുകൊണ്ട് ചോദിക്കുമ്പോ അതാ പ്രവാചകന് ബോധ്യമായി, മറവി പറ്റിയിട്ടുണ്ട് ജനങ്ങളെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനെയും കൂട്ടിക്കൊണ്ട് ബാക്കിയുള്ള 2 റക്അത്ത് കൂടി നിസ്കരിക്കുന്നു. മറവി അല്ലാഹുവിന്റെ റസൂലിന് ഈ കാര്യത്തിൽ പറ്റിയിട്ടില്ലേ? അഥവാ അതേ അവസരത്തിൽ ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള ദഅവത്തിന്റെ വിഷയത്തിൽ അവിടുന്ന് ഒരിക്കലും മറന്നുപോയിട്ടില്ല. അപ്പൊ ആ മേഖലയിൽ അവിടുന്ന് മറക്കുകയില്ല, അബദ്ധം സംഭവിക്കുകയില്ല. അതേ അവസരത്തിൽ വ്യക്തിപരമായി തന്റെ ഇബാദത്തുകളിൽ അവിടുത്തേക്കും മറവി സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മറവി സംഭവിക്കുന്നതല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയിട്ടില്ലേ? ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ അതാ ബിലാൽ അടക്കമുള്ള സഹാബിമാരുള്ള യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ യാത്രാക്ഷീണം കൊണ്ട് നബിയും സഹാബിമാരും വിശ്രമിക്കാനിരിക്കുന്നു. വിശ്രമിക്കാൻ വേണ്ടി ഓരോരുത്തരും അവരവരുടെ വാഹനങ്ങളിലേക്ക് ഇങ്ങനെ മുതുകും ചായ്ച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോ ക്ഷീണത്തിന്റെ ആധിക്യം കൊണ്ട് സർവരും ഉറങ്ങിപ്പോയി. നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിന്റെ സമയവും വിട്ടുപോയി. ഫജ്ർ ബാങ്കും വിളിച്ച നേരം കഴിഞ്ഞു പോയി. സൂര്യനും ഉദിച്ചു കഴിഞ്ഞല്ലോ. അതാ ശരീരത്തിലേക്ക് ഇളവയിൽ തട്ടുമ്പോഴല്ലേ നേതാവും അനുയായികളും ഉണരുന്നത്. ആരാ ഉറങ്ങിപ്പോയത്? ഈ ലോകം കണ്ട ഏറ്റവും നല്ലവനായ മനുഷ്യൻ ഉറങ്ങിപ്പോയി. ഒരു നേരത്തെ ഫജ്റദാ ഖളാ ആയിപ്പോയി. ഇതെന്തിനാ പറയുന്നത്? നാളെ മുതൽ നമ്മളൊക്കെ ഉറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് എന്ന് ന്യായം കണ്ടെത്താനല്ല. ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ചു പോയ ഒരു കാര്യമാണത്. പക്ഷേ എന്തിനാ നമ്മളത് പറഞ്ഞിരുന്നോ? ഇവിടെ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയില്ലേ? മയക്കം അവിടുത്തേക്കും ബാധിക്കുന്നില്ലേ? അതേ അവസരത്തിൽ സർവശക്തനായ റബ്ബുൽ ആലമീൻ ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുന്നതല്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരിക്കുവാൻ കഴിവുള്ളവൻ ഒരുവനാണ്. അതാണ് അവനാണ് സമീഅ്, അവനാണ് ബസീർ, അവനാണ് അലീം, അവൻ മാത്രമാണ് ഖദീർ. മറ്റുള്ളവരുടെ എല്ലാത്തിനും നമുക്ക് പരിധികളാണ് കാണുന്നത്, പരിമിതികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും നോക്കൂ, എത്രയോ സംഭവങ്ങളില്ലേ. കേൾവിയുടെ പരിധി കേട്ടോ നിങ്ങൾ. മനസ്സിലാകാൻ ചിന്തിക്കുന്ന സഹോദരങ്ങളുടെ മനസ്സിലേക്ക് 1-2 ഉദാഹരണങ്ങൾ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായിട്ട് പങ്കെടുത്ത യുദ്ധമല്ലേ ഉഹദ് യുദ്ധം? ആ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് യുദ്ധത്തിന്റെ ആദ്യഗതിയിൽ വിജയമാണ് കിട്ടിയത്. പക്ഷേ പിന്നീട് പരാജയത്തിലേക്ക് പോയി. ഉഹദ് യുദ്ധത്തിൽ ആദ്യം മുസ്ലിമീങ്ങൾ ജയിച്ചു കയറിയപ്പോ അനുയായികളിൽ ചില അനുസരണക്കേട് കാണിച്ചൊരു നിമിത്തം ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടല്ലോ. ഞാൻ അവിടേക്ക് പോകുന്നില്ല, ചരിത്രമല്ല ഞാൻ പറയുന്നത്. പക്ഷേ യുദ്ധത്തിൽ അതാ പിന്നീട് മുസ്ലിമീങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ പരാജയമാണ് ഉണ്ടാകുന്നത്. പരാജയപ്പെട്ട അവസരത്തിൽ അതാ പടക്കളത്തിൽ ഒരു കിംവദന്തി പരക്കുന്നു.
ഒരാൾ വിളിച്ചു പറഞ്ഞു, എന്ത്? ഖതൽതു മുഹമ്മദാ, മുഹമ്മദിന്റെ കഥ ഞാൻ കഴിച്ചിരിക്കുന്നു, മുഹമ്മദിനെ ഞാൻ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന് ഒരു ശത്രുവങ്ങ് കിംവദന്തി പ്രചരിപ്പിച്ചപ്പോ അതാ പടക്കളത്തിൽ യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരുന്ന സഹാബിമാര് പതറിപ്പോയി. അവരുടെ മനസ്സിലാകെ ബേജാറായി. നേതാവ് മരിച്ചുവെങ്കിൽ ഇനി നമ്മൾ എന്തിനു പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് പല സഹാബിമാരും യുദ്ധക്കളം വിട്ടോടുകയാണ്. മുത്തു മുസ്തഫ മരിച്ചില്ലേ, നമ്മുടെ ാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലേ, ഇനി നമുക്കാരാണ് നേതൃത്വം നൽകാൻ എന്ന് ചിന്തിച്ചുകൊണ്ടതാ പല സഹാബിമാരും പടക്കളത്തിൽ ഇട്ടുകൊണ്ട് വഹദ് മലയിലേക്ക് അങ്ങനെ കയറി ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതേ അവസരത്തിൽ പുന്നാര നേതാവിന്റെ 4 ഭാഗത്തും അതാ അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് സഹാബികൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. വേറെ കുറെ സഹാബിമാര് കുറച്ച് അപ്പുറത്ത് പടക്കളത്തിൽ തന്നെയുണ്ട്. അവരുടെ തീരുമാനം എന്താ? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടുവെങ്കിൽ നമ്മൾ ഓടുകയല്ലല്ലോ വേണ്ടത്. ആ നേതാവ് വധിക്കപ്പെട്ടുവെങ്കിൽ ഇനി നമുക്കെന്തുകൊണ്ട് ഇനിയും പോരാടി മരണം വരിച്ചുകൂടാ? അതുകൊണ്ട് ഒന്നേറി ഏറ്റവും ശക്തമായി പോരാടി മരിക്കുക തന്നെ എന്ന തീരുമാനത്തോടുകൂടി കുറച്ച് സഹാബികൾ അപ്പുറത്തുമുണ്ട്. ഇനിയാണ് നിങ്ങൾ വിഷയം മനസ്സിലാക്കേണ്ടത്. സഹാബിമാരിങ്ങനെ ഓടുന്നു. ഓടുമ്പോൾ അവരുടെ വിചാരം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം. അതാ തൊട്ടപ്പുറത്ത് ക്ഷീണിതനായ ഒരു പാറപ്പുറത്ത് പുന്നാര നേതാവ് ഹയാത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരിമ ശിഷ്യന്മാര് താൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന ധാരണയോടുകൂടി യുദ്ധക്കളത്തിൽ നിന്ന് വിട്ടുകൊണ്ട് മലയുടെ മുകളിലേക്ക് കയറി പോകുമ്പോ അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് അവരെ വിളിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ആലി ഇംറാനിൽ ആ രംഗം പറയുന്നു, ഇദ് തുസ്ഇദൂന വലാ തൽവൂന അലാ അഹദിൻ മിൻകും വറസൂലു യദഊകും. നിങ്ങളതാ ആ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ പേടിച്ച് കയറി പോകുന്നു. ആരെയും തിരിഞ്ഞു നോക്കാതെ പേടിച്ചരണ്ട കൽബുകളുമായി നിങ്ങൾ ഓടിപ്പോകുന്ന നേരം അതാ നേതാവ് നിങ്ങളെ വിളിക്കുകയാണ്. വറസൂലു യദഊകും, റസൂല് നിങ്ങളെ വിളിക്കുന്നു. ഇലയ്യ അല്ലാഹുവിന്റെ അടിമകളെ എന്നിലേക്ക് വരൂ, അല്ലാഹുവിന്റെ അടിമകളെ എന്നിലേക്ക് വരൂ. ഞാൻ വഫാത്തായിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല. വഅന ഹയ്യുൻ ബൈന ളുഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവനോടെയുണ്ട് സഖാക്കളെ, അരിമ ശിഷ്യന്മാരെ. ഇലയ്യ ഇബാദല്ലാഹ്, എന്നിലേക്ക് വരൂ. പക്ഷേ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വഹദീങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഹയാത്ത് കാലത്ത് നബി അതാ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ഇലയ്യ ഇബാദല്ലാഹ്, എന്നിലേക്ക് വരൂ അടിമകളെ എന്ന് വിളിക്കുമ്പോ ആ വിളി കേൾക്കാൻ ജീവിച്ചിരിക്കുന്ന വഹദീങ്ങൾക്ക് സാധിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന വഹദീങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിളി കേൾക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? അവരുടെ മനസ്സുകൾ പേടിച്ചിരിക്കുന്നു. ആ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച വിളി ഒരാളും കേട്ടില്ല. ഒരു ഓട്ടം തന്നെ. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? വിളിച്ചതാരാണ്? ഏറ്റവും മുന്തിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആരെയാണ് വിളിച്ചത്? ഉഹദ് യുദ്ധത്തിൽ പോരാടുന്ന ഉഹദികളെയാണ് വിളിച്ചത്. ജീവിതകാലത്ത് തന്നെ ഉഹദീങ്ങളുടെ കേൾവിക്ക് പരിധി ഉണ്ടെന്ന് വന്നില്ലേ? ഉഹദീങ്ങളുടെ കാഴ്ചക്ക് പരിധി ഉണ്ടെന്ന് വന്നില്ലേ? തങ്ങളുടെ നേതാവ് വഫാത്തായി പോയിട്ടില്ല, തൊട്ടപ്പുറത്തതാ ഹയാത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, അവിടുന്ന് മരണപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരായ വഹദിൽ പങ്കെടുത്ത സഹാബിമാർക്ക് സാധിച്ചോ? അപ്പൊ ജീവിതകാലത്ത് തന്നെ ഔലിയാക്കളുടെ കേൾവിക്ക് പരിധിയില്ലേ, കാഴ്ചക്ക് പരിധിയില്ലേ? അതേ അവസരത്തിൽ റബ്ബുൽ ആലമീനിന്റെ കാഴ്ചക്ക് പരിധിയുണ്ടോ? റബ്ബിന്റെ കേൾവിക്ക് പരിധിയുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ തന്നെ എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അറ്റമില്ലാത്ത കേൾവിയുടെയും കാഴ്ചയുടെയും ഉടമയായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. മറ്റുള്ളവരുടെ കാഴ്ചക്കൊക്കെ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ചില ആളുകൾ ഇപ്പൊ പറയുന്നു അള്ളാഹു കേൾക്കും പോലെ കേൾക്കുന്ന ഔലിയാക്കന്മാരുണ്ട്.
അള്ളാഹു കാണും പോലെ കാണുന്നവരുണ്ട്, അള്ളാഹുവിന് കഴിയുന്നത് പോലെ കഴിയുന്നവരുണ്ട്, അള്ളാഹു അറിയും പോലെ അറിയുന്നവരുണ്ട്. എല്ലാ അറിവുകളും എനിക്ക്, അള്ളാഹുവിന്റെ അറിവ് മുഴുവൻ എനിക്കറിയാം. പടച്ചതമ്പുരാന്റെ അറിവിന് എത്ര അക്ഷരങ്ങളുണ്ടെങ്കിൽ അതുപോലും എനിക്കറിയാം. ഇപ്പൊ ചില ആളുകൾ പറയുന്നു, എന്ത് അത് അള്ളാന്റെ ഖുർആനിൽ എത്ര അക്ഷരണ്ട് എന്നാണ് പറയുന്നത്, തൗറാത്തിൽ എത്ര അക്ഷരണ്ട് എന്ന് എനിക്കറിയാനാ പറഞ്ഞത്, ഇഞ്ചീലിൽ എത്ര അക്ഷരണ്ട് എന്ന് എനിക്കറിയാനാണ് പറഞ്ഞത്. മറ്റുള്ള അറിവിനെ സംബന്ധിച്ചല്ല. എങ്കിൽ എങ്ങനെയാണ് ശേഷമുള്ള വരി മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തെ എത്ര ചെടികളുണ്ട് അതെനിക്കറിയാം, എത്ര തിരമാലകളുണ്ട് അതെനിക്കറിയാം, എത്ര മണൽ തരികളുണ്ട് അതും എനിക്കറിയാം. അലീമായ അള്ളാഹുവിന്റെ വിശേഷണത്തിൽ പങ്കുചേർത്തു പോയില്ലേ? പടച്ചതമ്പുരാന്റെ അറിവിന്റെ വൈപുല്യം എത്രയാണ്? വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. ലോകത്ത് ഒരു ജില്ലയിൽ, ഒരു പഞ്ചായത്തിൽ, ഒരു ഗ്രാമത്തിൽ എത്ര മരങ്ങളുണ്ട്? ആ മരങ്ങളൊക്കെ പോകട്ടെ സഹോദര, നിന്റെ തൊടിയിൽ എത്ര വൃക്ഷങ്ങളുണ്ട് പോകട്ടെ, നിന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന എത്ര വൃക്ഷങ്ങളുണ്ട് അതും പോകട്ടെ, നിന്റെ മുറ്റത്ത് നിന്ന് നിനക്ക് കാണുന്ന എത്ര മരങ്ങളുണ്ട്, അതിൽ ഒരു മരത്തിൽ എത്ര ഇലകളുണ്ടെന്നോ ആ മരത്തിന്റെ ഒരു ഇല എപ്പോഴാണ് പൊഴിഞ്ഞു വീഴുന്നതെന്നോ മനുഷ്യ നിനക്കറിയാൻ സാധ്യമാണോ? അത് റബ്ബിന്റെ മാത്രം കഴിവല്ലേ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല അല്ലാഹു അത് അറിഞ്ഞിട്ടല്ലാതെ. എന്നിട്ടാണ് ശൈഖ് ജീലാനിയുടെ പേരിൽ പറയുന്നത്, ഈ ഭൂമിയിൽ എത്ര ചെടികളുണ്ട്, എത്ര വൃക്ഷങ്ങളുണ്ട്, അത് കൃത്യമായി എനിക്കറിയാമെന്ന് പറയുമ്പോ അലീമായ അല്ലാഹുവിന്റെ ആ അറ്റമില്ലാത്ത അറിവിൽ ശൈഖ് ജീലാനിയെ അവിടെ പങ്കുചേർത്തുപോയി. ഇങ്ങനെ ഓരോന്നോരോന്നങ്ങ് മനസ്സിലാക്കണം സഹോദര. അള്ളാഹുവിന്റെ ഓരോ ഇസ്മുകളും നീ പഠിക്കണം. പടച്ചതമ്പുരാന്റെ 99 അതിലപ്പുറവുമുള്ള പേരുകളുണ്ട്. അതെവിടുന്നാണ് കിട്ടുക? ഖുർആനിൽ നിന്ന് കിട്ടുന്നു, ഹദീസിൽ നിന്ന് കിട്ടുന്നു. മുസ്ലിം ഉമ്മത്തെ അത് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴേ നിനക്കറിയാൻ സാധിക്കൂ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരമാർത്ഥമാണ്. ഇനി റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ സാധ്യമല്ല, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല. അപ്പൊ ചില ചങ്ങാതിമാര് ചോദിക്കുന്നു, അള്ളാഹുവിനോടല്ലാതെ ഞങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ഞങ്ങൾ സഹായം തേടുകയാണ് ചെയ്യുന്നത്. അത് പണ്ടത്തെ കാലം. ഇപ്പോഴങ്ങനെയല്ല. പണ്ടെന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ. ചില ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയുന്നത് നിർത്തിക്കൂടെ? എക്സ്പ്രസ് ഹൈവേയെ പറ്റി പറഞ്ഞുകൂടെ? സംവാദം വേണമെങ്കിൽ അതിനെക്കുറിച്ച് നടത്താലോ? അതേപോലെ തന്നെ എൻഡോസൾഫാനെ പറ്റി, അത് തെളിക്കുന്നതിനെ പറ്റി ബോധവൽക്കരിച്ചുകൂടെ? അതല്ലെങ്കിൽ കോളയെ സംബന്ധിച്ച് സംസാരിച്ചുകൂടെ? അതല്ലെങ്കിൽ ഏതെല്ലാം നീറുന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിനാണ് ഈ ജനത്തിനോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന കക്ഷികളില്ലേ? സമാധാനത്തോടുകൂടി ചിന്തിച്ചോ. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകളുടെ എണ്ണം നാൾക്ക് നാൾ ഇപ്പോഴും കുറഞ്ഞു വരികയാണ്. അത് പഠിപ്പിക്കാനാണ് ഈ ക്യാമ്പയിൻ. അള്ളാഹുവിനെ നീ അറിയണം, പടച്ചവനെ കുറിച്ച് നീ മനസ്സിലാക്കണം. അറ്റമില്ലാത്ത അറിവ്, അറ്റമില്ലാത്ത കേൾവി, പരിധിയില്ലാത്ത കാഴ്ച, പരിധിയില്ലാത്ത ഖുദ്റത്ത്, ഇതെല്ലാം ഒത്തിണങ്ങിയ ഓരോ നാമങ്ങളും അള്ളാഹ് ആരാണെന്ന് നിന്നെ പഠിപ്പിക്കുകയാണ്. അത് പഠിക്കുമ്പോ നിനക്ക് മനസ്സിലാകും എന്റെ നാഥൻ എത്ര മഹാനാണ്, എന്റെ റബ്ബ് എത്ര കഴിവുറ്റവനാണ്. അത് മനസ്സിലാകുമ്പോ കൃത്യമായി നിന്റെ മനസ്സ് നിന്നോട് പറയും റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന്. അതല്ലേ ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്, ഖുൽ ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. അതിനിപ്പോ മൗലവി ആരാ ഇവിടെ പങ്കു ചേർക്കുന്നത്? ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് വാദമുണ്ടോ? അങ്ങനെയായിരുന്നു പണ്ട് ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് കേൾക്കണോ? കാലഘട്ടത്തിന്റെ വ്യത്യാസം നമ്മളൊന്നറിയണം. വളരെ മുമ്പ് ഇവരെന്താ പറഞ്ഞിരുന്നു കേട്ടോ? അള്ളാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ,
ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. ഇത് പണ്ടത്തെ വാദം. ശരിക്ക് പഠിച്ചോ. മുമ്പെന്താ പറഞ്ഞത്? അല്ലാഹു അല്ലാത്ത എന്തിനെയും പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. ഇനിയും കേട്ടോ, അന്ന് തന്നെ എഴുതിയത് കേട്ടോ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. എന്തായി? അല്ലാഹു ഇല്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരൊറ്റ മുസ്ലിമും പറയില്ല. ഇതൊരു കാലഘട്ടം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ മുസ്ലിയാക്കന്മാർക്ക് ധൈര്യം കിട്ടി. എന്തേ ധൈര്യം? പുതിയ ആയത്തിറങ്ങിയോ, പുതിയ ഹദീസ് ഇറങ്ങിയോ? ഇല്ല. ഇബ്ലീസ് അവരിൽ അവതരിച്ചു. വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടില്ലേ, ആരിലാണ് ശൈത്താൻ വല്ലാതെ സ്വാധീനിക്കുന്നത്? ആരിലാണ് ശൈത്താൻ വല്ലാതെ അവതരിച്ചുകൊണ്ട് വേണ്ട ദുർബോധനങ്ങൾ നടത്തുന്നത്? തനസ്സലു അലാ കുല്ലി അഫാകിൻ നസീം. മഹാപാപം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിന്റെ പേരിൽ ഒട്ടേറെ കളവുകൾ എപ്പോഴും നിരന്തരമായി പുലമ്പിക്കൊണ്ടിരിക്കുന്ന കക്ഷികളുടെ മേൽ ശൈത്താൻ അവതരിച്ചു കൊണ്ടിരിക്കുന്നു. പിശാചവർക്ക് വേണ്ടത് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് നാൾക്ക് നാൾ ആയത്തുണ്ടാവാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും തെളിവുണ്ടോ? അന്ന് നേരം പുലർന്നു. പുലരുവോളം മറുപക്ഷത്തുള്ള മുസ്ലിയാര് ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ ഒഴുക്കൻ മട്ടിൽ ഇങ്ങനെ പറഞ്ഞ് സമയം കളഞ്ഞ ചരിത്രമാണ് കാണുന്നത്. പക്ഷേ അതാ ശൈത്താന് പിന്നെ അവതരിച്ച് ഇവർക്ക് ഓരോ ആയത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. എന്തും പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനിച്ചോളൂ. അപ്പൊ ആയത്ത് നിരന്തരം നിരവധി അനവധി ആയത്തുകളായി. ഇപ്പോഴെന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നത് നിങ്ങൾ കേട്ടോ. പണ്ടിവര് പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയില്ലെന്നല്ലേ അവരുടെ പേന കൊണ്ട് തന്നെ എഴുതിയത്. എങ്കിൽ ഇപ്പൊ പറയുന്നത് എന്താ? ചോദ്യം, മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചോ. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം. ഉത്തരം അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട്. കണ്ടോ? ഒരു മടിയില്ല. മുമ്പെന്താ പറഞ്ഞത്? ഒരു മുസ്ലിമും അങ്ങനെ പറയൂല. എങ്ങനെ? അല്ലാഹുവിന്റെ ഔലിയാക്കളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയുന്നതല്ല എന്ന് എഴുതിവിട്ട അതേ കമ്പനി ഇപ്പൊ പറയുകയാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ട്, അനുവദനീയമാണ്, പ്രാർത്ഥിക്കാം. ഞങ്ങൾ ധൈര്യമായി പറയുന്നു എന്നാണ്. പണ്ടൊരുത്തനോട് പിന്നെ വിസർജനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ അവനെന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനോട് പറയും, എന്താ ചങ്ങാതി ഒരു മാന്യതല്ലാതെ, ഇത് കഴിഞ്ഞു പോയിട്ട് റൂമിലിരുന്ന് കഴിച്ചാ പോരെ? ആഹാ, ഇത് ചോദിക്കേ, എന്നാ ഞങ്ങൾ ഇതിൽ മുക്കി തിന്നും എന്നറിഞ്ഞു അവൻ. എന്നാ പിന്നെ ഞങ്ങൾ മുക്കി തിന്നും, ചോദിച്ചോണ്ടാ പ്രശ്നം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇപ്പൊ പറയുന്നത് കേട്ടോ, ഇനിയും ശ്രദ്ധിച്ചോ. എന്ത്? സുന്നികൾ കേട്ടോ, ശരിക്ക് പഠിച്ചു വെച്ചോ. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് CD-യിൽ നിന്ന് ഒരു ഭാഗം കട്ടെടുത്തിട്ട് മൗലവി അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ മൗലവി തെറി പറയുന്ന ആളാണെന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികളില്ലേ? നിങ്ങൾ ശരിക്ക് പഠിച്ചു വെച്ചോ. എന്താ നിങ്ങൾ എഴുതിയത്? അന്ന് എഴുതിയത് എന്താ? അന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിമുമില്ല. ഇപ്പൊ ഈ കമ്പനി തന്നെ സ്വന്തം ഇസ്ലാം എന്ന് ഔട്ടാകുന്നത് കേട്ടോ. അവരുടെ ഭാഷയിൽ തന്നെ അവർ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ്. കേട്ടോളൂ. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? നോക്കണം നിങ്ങൾ. ഞങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അവരോട് നേരിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? മാത്രല്ല, കൊട്ടപ്പുറം വാദപ്രതിവാദത്തെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ മേനി പറയുന്നത് കേട്ടോ. കൊട്ടപ്പുറം സംവാദത്തിൽ മറുപക്ഷത്തുള്ള മുസ്ലിയാരുടെ വിജയം ആഘോഷിക്കുന്നത് കേട്ടോളൂ. എന്ത് പറഞ്ഞിട്ടാ അയാൾ ജയിച്ചത് കേട്ടോളൂ.
അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മുജാഹിദ് പക്ഷത്തിൽ നിന്ന് വാശി പിടിച്ചു. എന്ത്? അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഒരു സാമ്പിളെങ്കിലും ഖുർആനിൽ നിന്ന് കാണിക്കാമോ മുസ്ലിയാരെ എന്ന് മൗലവി കൃത്യമായി വാശി പിടിച്ചു. എന്താ അവര് പറയുന്നതറിയോ?